നമ്മളുണ്ടാക്കാൻ പോകുന്നത് അടുക്കള ജോലിയൊക്കെ എളുപ്പമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇൻസ്റ്റന്റ് പാലപ്പമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു പാലപ്പം ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചു പോകും. അത്രയും ഈസിയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കേക്കിൻ്റെ റെസിപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതായിരിക്കും. എന്നാലും പലരും ചോദിക്കുന്നുണ്ട് കേക്ക് റെസിപ്പി അല്ലാത്തതും ഇടണേന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇൻസ്റ്റൻറ്റ് പാലപ്പം റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചാണ്. എല്ലാവർക്കും ഉപകാരമാവുമല്ലോ. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവർക്കായാലും രാവിലത്തെയൊക്കെ ജോലി എളുപ്പമാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് പാലപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. അരികൊക്കെ നല്ല മുരിഞ്ഞ് നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട്, ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പാലപ്പമാണ്. അരി കുതിർത്തരയ്ക്കേണ്ട, കപ്പി കാച്ചണ്ട, തേങ്ങ വേണ്ട, ഇതൊന്നും വേണ്ടാത്ത ഒരു പാലപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് പാലപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ പാക്കറ്റിൽ വാങ്ങിക്കുന്ന പൊടിയില്ല, അതായാലും മതി, ഏതായാലും കുഴപ്പമില്ല. വറുത്ത പൊടിയാണ്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് ഇപ്പം വെള്ള അരിയുടെ ചോറാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വെള്ള കളറിലിരിക്കും. ഇപ്പം നിങ്ങൾ വെക്കുന്ന മട്ട അരിയാണ്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ, ഒരു 1-1.5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ്. സാധാരണ പച്ചവെള്ളം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ ഒഴിക്കാം. അതിൽ കൂടുതൽ വേണ്ട. ഈ പറഞ്ഞിരിക്കുന്ന അളവുകളൊക്കെ ഇതുപോലെ തന്നെ എടുത്താൽ മതി. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് അരഞ്ഞു കിട്ടും. പൊടിയല്ലേ, ഒന്നും അരയാനൊന്നുമില്ല, ചോറ് മാത്രമൊക്കെ അരയാനുള്ളൂ. എന്നാലും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് കഴിയുന്നത്ര നന്നായിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് അടച്ചു വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു 1-1.5 മണിക്കൂറെങ്കിലും വെക്കാം. പെട്ടെന്നൊന്ന് ആയി കിട്ടാനായിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് ചൂടുവെള്ളം വെച്ച് കൊടുക്കുകയാണ്. ഒരു ഇളം ചൂടുള്ള വെള്ളം, നമുക്ക് കൈ മുക്കാൻ പാകത്തിനുള്ളൊരു ചൂടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമോ പാലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഉണ്ടാക്കണം. സാധാരണ പാലപ്പത്തിൻ്റെ മാവെന്ന് പറയുന്നത് കുറേ കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കിയിട്ടൊക്കെ എടുക്കും. പക്ഷെ അങ്ങനെ ഒരുപാട് ലൂസാക്കണ്ട. ഇത് ഈ ഒരു തിക്നെസ് തന്നെ എടുക്കാം. ഞാനത് അപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിപ്പോൾ സാധാരണ അപ്പത്തിൻ്റെ മാവ് ചുറ്റിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഇത് കുറച്ച് പതുക്കെ മാവ് അങ്ങ് നീങ്ങുള്ളൂ. എന്നാലും ഇതാണ് നല്ലത് കേട്ടോ. കുറേ കൂടി ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം കറക്റ്റായിട്ട് കിട്ടില്ല. ഈ ഒരു തിക്നെസ്സിൽ തന്നെയാണ് എടുക്കേണ്ടത്. ചുറ്റിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുറ്റി വന്നോളൂ. നമുക്ക് അടച്ചു വെച്ച് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടങ്ങ് വേവിച്ചെടുക്കാം. ഇതിപ്പം ആയിട്ടുണ്ട്. നമുക്ക് എടുക്കുന്ന സമയത്ത് തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പം അടുത്ത പ്രാവശ്യം മാവ് ഒഴിക്കുമ്പം കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് അപ്പം ആയിട്ടുണ്ട്. നല്ല അരികൊക്കെ നല്ല മുരിഞ്ഞായിരിക്കുന്നത്. അതൊക്കെ ഉണ്ട്. ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ. നല്ല മുരിഞ്ഞിട്ട് തന്നെയാണുള്ളത്. നടുഭാഗം നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. ഞാൻ അടുത്ത അപ്പം ഉണ്ടാക്കട്ടെ. ഇപ്പോൾ ഞാനൊരു 3 അപ്പം ആക്കിയിട്ടുണ്ട്. അപ്പവും ചിക്കൻ റോസ്റ്റും കൂടെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് അപ്പവും ചിക്കൻ റോസ്റ്റും. ഞാൻ ഒന്ന് കഴിക്കട്ടെ. കണ്ടോ, സൈഡൊക്കെ നല്ല മുരിഞ്ഞിട്ടാണുള്ളത്. ഇത് കണ്ടാലും കഴിച്ചാലും ഒന്നും പറയില്ല. നമ്മൾ അരി അരയ്ക്കാണ്ട് തേങ്ങ ചേർക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അപ്പമാണെന്ന്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ശരിക്കും അപ്പം കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ലൈവ് അപ്പം എന്നൊക്കെ പറയില്ലേ, അപ്പം ഉണ്ടാക്കുക കഴിക്കുക. അതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കഴിക്കാൻ പറ്റുക. കുറച്ചുകൂടി തണുത്ത് കഴിയുമ്പം ഈ ഒരു സൈഡിലുള്ള ഒരു ക്രിസ്പിനെസ് കുറയുന്നേ ഉള്ളൂ. പക്ഷേ സോഫ്റ്റ്നെസ് അതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയായിരിക്കും. നടുഭാഗം കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട്, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടിരിക്കുന്ന അപ്പമാണ്. ഇനി ഞാൻ ചിക്കൻ റോസ്റ്റും കൂട്ടി കഴിക്കട്ടെ. ഈ ചിക്കൻ റോസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ വീഡിയോ ഇടാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടി വെച്ച ഒരു ചിക്കൻ റോസ്റ്റാണ്. കഴിക്കട്ടെ. എന്താ പറയുക, നല്ല ടേസ്റ്റുണ്ട്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചിക്കൻ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുട്ട റോസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ആയാലും കടലക്കറി ആയാലും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ മുമ്പേ ഒരു കടലക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈസി കടലക്കറി. ഇത്രയും എളുപ്പത്തിൽ ഒരു കടലക്കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് എളുപ്പമുള്ളൊരു കടലക്കറി. ഒരുപാട് പേരുണ്ടാക്കി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കറിയാണ്. അതാകുമ്പം ഈസിയാണല്ലോ അപ്പം കടലക്കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മളിപ്പം അടുക്കള ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി തന്നത് നമ്മുടെ തന്നെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള മാളവിക ബൈജു ആണ്. ഒരുപാട് മുമ്പ് തന്നതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് നന്ദിയുണ്ട് മാളവിക ബൈജു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവരും നല്ല ഈസി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പാലപ്പം ഉണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. Bye.